പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാം. ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമ്മളാരും നശിച്ചു പോകാതിരിക്കാനും വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന സംവിധാനമാണ് ഈശോ. അപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് പോയപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന, ഈശോയോട് ചേർന്നിരിക്കാൻ. കാരണം ഈശോയുടെ നിത്യജീവൻ, അതായത് ദൈവത്തിൻ്റെ നിത്യജീവൻ, ദൈവം സ്വർഗം തരുന്ന നിത്യജീവൻ, അത് ഈശോയുടെ ശരീരത്തിലാണ്, ഈശോയിലാണ്. അപ്പം ഈശോയെ സ്വീകരിക്കുന്നവൻ, ഈശോയെ സ്വന്തമാക്കുന്നവനാണ് ആ നിത്യജീവൻ കിട്ടുക. നമുക്കത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് അനുഭവവേദ്യമാകുക. വളരെ സുന്ദരമായ അഭിഷേകമുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ പങ്കുചേരുക. സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹമാണത്. നമ്മളെല്ലാവരും നഷ്ടപ്പെടാതെ ദൈവത്തോട് ചേർന്ന് വരണമെന്ന്. അതിനാണ് കുർബാന സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ അണുകിട വ്യതിചലിക്കാതെ, മറ്റു ചിന്തകളൊന്നുമില്ലാതെ, മുഴുനീള ദൈവത്തിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ
കനിയണമേ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കുടുംബത്തോടുകൂടെ ആയിരിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ. വിശ്വാസത്തിൻ്റെ കൃപ നൽകിയ ഞങ്ങൾക്ക് അങ്ങേകജാതൻ്റെ ഉത്ഥാനത്തിൽ നിത്യമായ ഭാഗഭാഗ്യത്വം നൽകുമാറാകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പോസ്തലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വിശ്വാസികൾ സ്റ്റെഫാനോസിനെ സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു. എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികൾ അവർ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്ന് കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ
ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 വചനങ്ങൾ 35 മുതൽ 40 വരെ. അക്കാലത്ത് യേശു ജനങ്ങളോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മൾ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനും പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത തിരുനാളിനും വേണ്ടി നമ്മൾ ഒരുങ്ങുക. അപ്പോൾ അത് മെയ് 14 മെയ് 24 50-ാം തിരുനാൾ. ഈ കാലഘട്ടം നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. നമ്മൾ ക്രിസ്മസും ഈസ്റ്ററൊക്കെ ആചരിക്കുന്ന, കർത്താവിൻ്റെ ജനനം ആചരിക്കുന്ന പോലെ, കർത്താവിൻ്റെ മരണം ആചരിക്കുന്നത് പോലെ, കർത്താവിൻ്റെ ഉത്ഥാനം ആചരിക്കുന്നത് പോലെ വലിയ തിരുനാളാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണം. അത് 40-ാം ദിവസമാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ 50-ാം തിരുനാൾ. അത് ഈസ്റ്ററിൻ്റെ 50-ാം ദിവസം, ഈസ്റ്ററിൻ്റെ 40-ാം ദിവസം. അപ്പോൾ നമ്മൾ ഉണ്ണീശോയൊക്കെ വെച്ച് പുൽക്കൂടൊക്കെ ഒരുക്കി ആഘോഷിക്കുന്നത് പോലെ, ഉയർപ്പ്, ഈശോയുടെ ഉയർപ്പൊക്കെ കാണിച്ച് ആഘോഷിക്കുന്നത് പോലെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈശോയുടെ സ്വർഗാരോഹണം. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് ഈശോ ഇവിടെ ഉണ്ട്. ഈശോ ഇവിടെ ഉണ്ട്. ഈശോയുടെ ഈ സമയം എന്തെങ്കിലും നല്ല അനുഗ്രഹങ്ങൾ ചോദിച്ചാൽ, നല്ല ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ, നല്ല മനസ്സോടെ ചോദിച്ചാൽ, നല്ല ഒരുക്കത്തോടെ ചോദിച്ചാൽ, കൃപയുള്ള മനുഷ്യരെ പോലെ ചോദിച്ചാൽ, കൽപ്പനകളൊക്കെ പാലിച്ച് ചോദിച്ചാൽ, കൂദാശ ജീവിതം നയിച്ച് ചോദിച്ചാൽ, വചനാധിഷ്ഠിത ജീവിതം നയിച്ച് ചോദിച്ചാൽ കിട്ടും. ഉദ്ധിതൻ ചിലപ്പോൾ ഇപ്പം നമ്മുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഉദ്ധിതൻ പ്രത്യക്ഷപ്പെട്ട് നടക്കുന്ന കാലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 1-ാം വായനയിലും നടപടി പുസ്തകം 8-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ സാവൂളായിരിക്കുമ്പോഴുള്ള കാര്യമാണ്. ക്രിസ്ത്യാനികളെ വീടുകളിൽ കയറി വലിച്ചിഴച്ച് അങ്ങനെ. അപ്പം ഇത്ര കഴിവ്, ഭയങ്കര കഴിവാണ്, നടപടിക്ക് ഭയങ്കര കഴിവാണ്. കർത്താവ് എടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. 9-ാം അധ്യായത്തുമ്പോൾ ഉദ്ധിതൻ ഒരു മിന്നലൊളി കൊടുക്കും, ഉരുട്ടി വീഴ്ത്തും കുതിരപ്പുറത്തുനിന്ന്. പിന്നെ 9-ാം അധ്യായം 20-ാം വാക്യത്തുമ്പോൾ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇന്നത്തെ വായനയിൽ വലിച്ചിഴച്ച് സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിച്ചവൻ പിന്നെ ക്രിസ്തുവിന് വേണ്ടി പറയുന്നവനായി മാറി. അങ്ങനെ ഒരു രൂപാന്തരം സംഭവിച്ചു. അപ്പം അതുപോലെ ഉദ്ധിതൻ ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ചിലപ്പോൾ മാനസാന്തരമാകാം, ചില മദ്യപാനം, വിവാഹേതര ബന്ധങ്ങൾ, അതിൽ നിന്നൊക്കെ മാനസാന്തരമാകാം ഉദ്ധിതൻ തരുന്നത്. എടുത്തുയർത്താൻ നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് മാറ്റം വരുത്തിയിരിക്കും. അത് കർത്താവിന് കൂടി തോന്നണം. ഇനിയും നമുക്ക് നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങൾ, കല്യാണം, കുഞ്ഞ്, ജോലി, കടബാധ്യത, വീട്, ഇതൊക്കെ ദൈവത്തിന് തരാൻ പറ്റും. കാരണം ഉദ്ധിതൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ഉദ്ധിതനെ കൊണ്ട് വിചാരിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷം, ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മളിങ്ങനെ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് എത്ര സുന്ദരമാണ്. ഓരോ ദിവസവും ഗഹനങ്ങളായ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ ഇന്നത്തെ സുവിശേഷം 6-ാം അധ്യായം യോഹന്നാൻ 6:36 മുതലാണ്. 36 മുതലും, എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട്
പറഞ്ഞിട്ടുണ്ടല്ലോ. 37-ാമത്തെ വാക്യം. അങ്ങനെ ഒരു 4 തവണ ദൈവത്തിൻ്റെ ആഗ്രഹം പറയുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ദൈവത്തിൻ്റെ ആഗ്രഹം, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഒരിക്കലും തള്ളിക്കളയുകയില്ല. അടുക്കൽ വന്നാൽ തള്ളിക്കളയുകയില്ല. പന്നിക്കൂട്ടി കിടന്നാൽ അവിടെ തന്നെ കിടപ്പ്, പക്ഷെ വീട്ടിൽ വന്നാൽ കെട്ടിപ്പിടിക്കും, ചുംബിക്കും, മോതിരം തരും. അതാണ്. അപ്പൊ അടുക്കൽ വന്നാൽ രക്ഷപ്പെടും. അടുക്കൽ വരുന്നവൻ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അനുതപിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും തള്ളിക്കളയല. സോറി അപ്പ എന്ന് പറഞ്ഞ് വരുന്നവനെ തള്ളിക്കളയല. അപ്പൊ അടുക്കൽ വരുന്നവനെ തള്ളിക്കളയുകയില്ല. ഇനി 38-ാമത്തെ വചനം, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്ന എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഇനി എന്താണ് അയച്ചവൻ്റെ ഇഷ്ടം? 39-ാമത്തെ വാക്യം, അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. 40-ാമത്തെ വചനം, പുത്രനെ കാണുകയും അവന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അപ്പം ഇത് മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്, അങ്ങനെ ചിന്തിക്കാം. ഇനി കഷ്ടപ്പാടുന്നൊരു ഉയർപ്പ്, തടസ്സങ്ങളിൽ നിന്ന് ഒരു ഉയർപ്പ്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ നിന്ന് ഒരു ഉയർപ്പ്. ഒരു കൊച്ചുമകൻ, അവന് ഒരു അനിയൻ കുഞ്ഞോ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന ഡേറ്റുകൾ ഇതാണ്. ഒന്ന് പെന്തക്കോസ്ത തിരുനാളാണ്, മെയ് 24-ാം തീയതി. പരിശുദ്ധാത്മാവിന് ക്രമീകരിക്കാൻ സാധിക്കും. ഇനി മാതാവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 8, ഡിസംബർ 25 ഈശോയുടെ ബർത്ത്ഡേ. അപ്പോൾ ഇതിനൊക്കെ അവൻ അനുഗ്രഹം ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പലരും കല്യാണം, ഇതിനൊക്കെ അനുഗ്രഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ദൈവം ചോദിക്കുന്നവന്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവന് ദൈവം അനുഗ്രഹിക്കും. അപ്പം ഈ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ അത് 5-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ ഈ നിത്യജീവൻ എവിടെയാണെന്ന് പറയുകയാണ്. ജീവൻ, ഉയർപ്പ്, അതൊക്കെ തരാൻ വേണ്ടി കഷ്ടപ്പാടിൽ നിന്നുള്ള ഉയർപ്പ്, നമുക്കൊരു ഉണർവുള്ള ജീവിതം. കത്തോലിക്ക വിശ്വാസികൾ ചത്തോ ചതഞ്ഞോ പോലെ ജീവിക്കാതെ, ഇല്ല ഷോർട്സ് ഒക്കെ ധരിച്ച് വന്നിരിക്കുന്നവരും അവർക്കൊരു ഉഷാറില്ല, ഇല്ലേ, പുറത്തെവിടെയെങ്കിലുമൊക്കെ നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദൈവാരാധനയെ കണ്ടിരിക്കുക. അവര് സ്കാഫ് ധരിക്കാതെ, അത്ര വിലയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ കാര്യത്തിന് വില കൊടുക്കുന്നവരെ, ദൈവത്തെ ദൈവമായി സ്വീകരിക്കുന്നവരെ ദൈവം എടുത്ത് ഉയർത്തും. ആ ജീവൻ ഇരിക്കുന്നത് ഈശോയുടെ ശരീരത്തിലാണ്. 1 യോഹന്നാൻ 5:11 ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. 12-ാമത്തെ വചനം 1 യോഹന്നാൻ 5:12, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഈ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദൈവപിതാവിൻ്റെ ആഗ്രഹം. അങ്ങനെ ജീവൻ നിറച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന. ഈശോയുടെ ജീവൻ പരിശുദ്ധ അപ്പത്തിൽ തന്നിരിക്കുക. അതാണ്, അത് നമ്മൾ സ്വീകരിച്ച് ദൈവത്തെ സ്വന്തമാക്കുക. അപ്പോൾ അത് വേണ്ട വിധം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് മനസ്സിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും, ഇപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു ഇഷ്ടം വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും പെട്ടെന്ന്. ദൈവപിതാവിൻ്റെ ആഗ്രഹം എന്താ? ഇഷ്ടം 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 എന്ന് പറഞ്ഞ് ഇന്നത്തെ സുവിശേഷത്തിൽ 2-3 തവണ പറയുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നമ്മൾ നശിക്കരുത്, നമ്മൾ നിത്യജീവൻ പ്രാപിക്കണം, ഉയർപ്പിക്കപ്പെടണം, ഒരുവനും നഷ്ടപ്പെടരുത്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോയോട് പറഞ്ഞു, പാപം ചെയ്ത് നരകിച്ചിങ്ങനെ കിടക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ ഒരു ദൈവമനുഷ്യൻ, ദൈവം ഈശോ ഭൂമിയിൽ വരണം, ഈശോയെ ഭൂമിയിൽ മരിക്കാൻ പോകുമോ എന്ന് പറഞ്ഞപ്പോൾ ഈശോ യെസ് പിതാവേ ഞാൻ പോകാം എന്ന് പറഞ്ഞു. അനുസരിച്ചത് കൊണ്ട് അത് അനുഗ്രഹമായി, നമുക്ക് അനുഗ്രഹമായി. അപ്പൊ ദൈവപിതാവിന്റെ ആഗ്രഹം എന്താ? മനുഷ്യർ രക്ഷപ്പെടണം, അതിന് ഈശോ ഭൂമിയിൽ വരണം. ഈശോയോട് ചോദിച്ചു, ഈശോ അനുസരിക്കാമെന്ന് പറഞ്ഞു. ഈശോ മരണം വരെ അനുസരിച്ചു. ഫിലിപ്പിയർ 2:6 മുതലുള്ള വചനങ്ങൾ, മരണം വരെ, കുരിശ് മരണം വരെ അനുസരിച്ചു. അപ്പോൾ നമുക്ക് അനുഗ്രഹമായി. ഇപ്പോൾ മക്കൾ പഠിക്കണമെന്നും നന്നായി ജീവിക്കണമെന്നും മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. അവർ നന്നായി പഠിച്ചാൽ, തെറ്റായ പ്രണയബന്ധങ്ങളിലോ മറ്റു ദുശീലങ്ങളിലോ ഒന്നും പെടാതെ അവർ മാതാപിതാക്കൾ മുടക്കുന്ന പണത്തിനനുസരിച്ച്, ആ മൂല്യത്തിനനുസരിച്ച് പഠിച്ചനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് കുടുംബത്തിന് അനുഗ്രഹമല്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നിൽക്കണം, നമ്മൾ അനുസരിക്കണം.
നമ്മൾ അനുസരിക്കണം. ഇത് വാങ്ങി ഭക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ, വേറെ മറുത്ത ഒരു കാര്യമില്ല, അതിനപ്പുറം വേറൊന്നുമില്ല, ഇതിന് പകരം വേറൊന്നുമില്ല. ഇത് ജീവന്റെ അപ്പമാണ്, ഇത് വാങ്ങി ഭക്ഷിക്കുവൻ, ഇതിനപ്പുറമില്ല. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വേറൊന്നുമില്ല, അതിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. നേരിട്ട് പറച്ചിലില്ല, നേരിട്ട് പറച്ചിലില്ല. നേരിട്ട് പറഞ്ഞാൽ പാപം മോചിപ്പിക്കപ്പെടുകയല്ല. മുട്ടുകുത്തി നിരങ്ങി മുട്ടുപൊട്ടിച്ചിട്ട് ഞാൻ വലിയ പരിഹാരം ചെയ്തെന്ന് വിചാരിച്ചാൽ പാപം പോകുകയല്ല. കുമ്പസാരത്തിലൂടെ മാത്രം, കുമ്പസാരത്തിലൂടെ മാത്രം. ഇത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പറയുന്ന കാര്യമാണ്. ദൈവം അതുകൊണ്ട് അപ്പൊ ദൈവത്തിന് സങ്കടം എന്താണെന്നറിയോ? കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് അങ്ങനെയാണ്. യോഹന്നാൻ 6:36, എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ഈ ദൈവാരാധന, ഇവിടുത്തെ അത്ഭുതം കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. പരിശുദ്ധ കുർബാനയിൽ നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് മാംസമായി കണ്ടത്, അത് കണ്ടിട്ടും ഒരു മാനസാന്തരമില്ല. അങ്ങനെയുള്ള ദൈവാരാധനയിൽ സ്കാഫ് ധരിക്കാതെയും ഷോർട്സ് ധരിച്ചും ബീച്ചിലൊക്കെ പോകുന്ന അതേ ലാഘവത്തോടുകൂടെ വന്നാൽ നിങ്ങൾക്ക് കണ്ടിട്ടും മനസ്സിലായിട്ടില്ല, കണ്ടിട്ടും മനസ്സിലായിട്ടില്ല. പരിശുദ്ധ കുർബാനയുടെ ശക്തി നിങ്ങൾക്ക് കണ്ടിട്ടും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പ്രിയ ദൈവത്തിലെ മൂന്ന് ഖൂ കുടുംബ പ്രാർത്ഥന, കുംഭസാരം, കുർബാന, കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, 3 ഖൂ കുടുംബ പ്രാർത്ഥന. ഇത് വഴിയല്ലാതെ രക്ഷയില്ല. നിങ്ങൾ എന്നാ വിചാരിക്കുന്നത്? കുടുംബത്തിലൊരു അനുഗ്രഹം വേണ്ടേ? കല്യാണം നടക്കണ്ടേ? കുഞ്ഞ് ജനിക്കണ്ടേ? കടബാധ്യത മാറണ്ടേ? വീട് പണി പൂർത്തിയാകണ്ടേ? ഈ നന്മ ചുമ്മാ അങ്ങ് വരുമെന്ന് വിചാരിച്ചോ? ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവസേന 12 പരിശുദ്ധ കുർബാനകളാ, 12 പരിശുദ്ധ കുർബാനകൾ. അതുകൊണ്ടാണ് ഇവിടെ അത്ഭുതം നടക്കുന്നത്. അപ്പൊ കുംഭസാരം, കുർബാന, കുടുംബ പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെ നമ്മുടെ വീട്ടിലൊരു അനുഗ്രഹം വരും? അവിടെ മദ്യപാനം സേവിച്ചാൽ എങ്ങനെ അനുഗ്രഹം വരും? അവിടെയുള്ളവരെ വിവാഹേതര ബന്ധങ്ങൾ പുലർത്തിയാൽ എങ്ങനെ അനുഗ്രഹം വരും? അവിടെയുള്ളവരെ ദൈവാരാധനയിൽ ഭയഭക്തി ആദരവോടുകൂടെ പങ്കുചേർന്നില്ല എങ്കിൽ എങ്ങനെ ദൈവാനുഗ്രഹം വരും? 3 ഖൂ പഠിച്ചോ? കുംഭസാരം, കുർബാന സ്വീകരണം, കുർബാന അർപ്പണം, അതെല്ലാം കൂടി ഒരുമിച്ച് വരും. പിന്നെ കുടുംബ പ്രാർത്ഥന. ഇതല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഈ പ്രസാദവരം തരാൻ വേണ്ടിയിട്ടാണ്, ഈ കൃപ തരാൻ വേണ്ടിയിട്ടാണ് ദൈവപിതാവ് ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തത്. അപ്പൊ എന്നാ വിലയാ പ്രസാദവരത്തിന്, എന്നാ വിലയായി കൃപയ്ക്ക്? നമുക്ക് വല്ലതും മനസ്സിലായോ? കൃപയുടെ മൂല്യം ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തിട്ട്. അതുകൊണ്ടാണ് അബ്രഹാം തൻ്റെ പ്രിയപുത്രനെ എടുത്തോ പിതാവേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായത്. കണ്ടോ അനുസരണത്തിന്റെ വില? കണ്ടോ? തൻ്റെ പുത്രൻ ആറ്റുനോറ്റ് 100-ാം വയസ്സിൽ ജനിച്ച കുഞ്ഞിനെ പോലും, ഇസാക്കിനെ പോലും വിട്ടുകൊടുക്കാൻ വേണ്ടി തൻ്റെ അനുസരണം, ദൈവത്തോടുള്ള അനുസരണം പൂർത്തിയാക്കിയ അബ്രഹാം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം പ്ലസ് അനുസരണം ഈക്വൽ ടു അനുഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹവും അനുസരണവും ചേർന്നാലേ അനുഗ്രഹം വരൂ. ദൈവതാവിന്റെ ആഗ്രഹം പുത്രൻ അനുസരിച്ചപ്പോൾ നമുക്ക് അനുഗ്രഹമായതുപോലെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം വരണമെങ്കിൽ, രക്ഷപ്പെടണം, നമ്മൾ രക്ഷിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം, അതിനോടൊപ്പം നമ്മൾ അനുസരിച്ചേ പറ്റൂ. കുറുക്കു വഴിയില്ല. അനുസരിച്ചാൽ കുടുംബത്തിൽ അനുഗ്രഹം വരും. അതാണ്. അതുകൊണ്ട് അത്രയും വില. 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, പാപമറിയാത്തവനെ ദൈവം പാപമാക്കി. പാപം എന്താ? നശിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം. അങ്ങനെ നശിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമായി ഈശോയെ മാറ്റി നിർത്തിയെങ്കിൽ, അങ്ങനെ ഈശോ മാറിയെങ്കിൽ എന്തൊരു വിലയാ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി. അത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. വേറെ വഴി ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവം ചെയ്തേനെ. അതുകൊണ്ട് അനുസരിച്ചേ പറ്റൂ. പർദീസയിലെ നല്ല അനുസരിക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇല്ല, അനുസരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിക്കരുത്, ബാക്കിയെല്ലാം കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവര് അനുസരണക്കേട് കാണിച്ചു. സംഭവം പാളിപ്പോയില്ലേ? പർദീസെന്ന് പുറത്തായത് കണ്ടോ? അതുപോലെ ധൂർത്തപുത്രൻ, അപ്പൻ്റെ കൂടെ 2 മക്കള്. ധൂർത്തപുത്രന് തോന്നി സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരെ പോകണമെന്ന് തോന്നി. അനുസരണമില്ല, പുറത്തുപോയി. അവൻ പുറത്തുപോയി, കൃപ നഷ്ടമായില്ലേ? പിന്നെ അവൻ തിരിച്ചു വന്നപ്പോൾ, അവൻ അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി. അതാണ്, നിനക്ക് നഷ്ടപ്പെട്ട സമാധാനം പോലും തിരിച്ചു കിട്ടാൻ നീ അനുസരിച്ചേ പറ്റൂ. വേറൊരു കുറുക്കു വഴിയില്ല. കൊച്ചു ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചേ പറ്റൂ. കള്ളത്തരം കാണിച്ച് പാസ്സാകാൻ പറ്റുകയില്ല. കൊച്ചിനെ ക്ലാസ്സിൽ വിട്ടു, അപ്പനും അമ്മയ്ക്കും പോയിരുന്ന് കൊച്ചിൻ്റെ കൂടെ പഠിക്കാൻ പറ്റുമോ? കൊച്ചു തന്നെ പഠിക്കണം. ആ കുഞ്ഞ് തന്നെ പഠിച്ചാലേ മാർക്ക് കിട്ടൂ.
നമ്മളിത് ചെയ്താലേ നമുക്ക് രക്ഷയുള്ളൂ, ഇത് തന്നെ ചെയ്യണം, അതാണ്, എന്നാലേ നമുക്ക് അനുഗ്രഹം കിട്ടൂ. അതാണ് ഈ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം. ഇങ്ങനെ ഏലിയ പ്രവാചകൻ ഇങ്ങനെ ജെസബൽ രാജ്ഞിയെ ഭയന്നിങ്ങനെ ഓടി ഇങ്ങനെ തളർന്ന് വീണ് കിടന്നുറങ്ങുമ്പോൾ ദൈവദൂതൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. 1 രാജാക്കന്മാർ 19:5-7 വചനമാണ്. എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അത് ആ ഭക്ഷണം കഴിച്ചതിൻ്റെ പുറമെയാണ് പിന്നെ ആ 40 ദിവസം ഹോറേബിലെ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ജ്വലിക്കുന്ന തീഷ്ണത കൊണ്ട് നിറഞ്ഞ പ്രവാചകനായി മാറി. അപ്പോൾ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതിന് ഈ പാഥേയം എന്ന വാക്ക്, പണ്ടൊരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്, പാഥേയം. അതിനർത്ഥം വഴിച്ചോറെന്ന്. വഴിച്ചോറ്, വഴിയിൽ യാത്രയിൽ ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷണം, അതാണ് പാഥേയം. അപ്പൊ തിരുപ്പാഥേയം എന്ന പരിശുദ്ധ കുർബാനയെ പറയുന്നത് നമ്മുടെ ഈ യാത്രയിൽ നമുക്കുള്ള ഭക്ഷണമാണ്. ഇത് യോഗ്യതയോടെ സ്വീകരിച്ചാൽ നീ രക്ഷപ്പെടും. ആണ് എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. ഇങ്ങനെ ഇന്നത്തെ 1-ാം വായനയിലും ജനത്തെ, സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചഴിച്ച് പീഡിപ്പിച്ചവൻ നടപടി പുസ്തകം 9-ാം അധ്യായം എത്തുമ്പോൾ കൈവെപ്പ് പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു, കൃപ കൊണ്ട് നിറഞ്ഞു, ദൈവവചന പ്രഘോഷകനായി മാറി. അദ്ദേഹം പിന്നീട് കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതാണ് ഈ അധ്വാനം. എന്തോരം റിവേഴ്സ് പോയ ആളാണ് ഇല്ലേ, മറു അറ്റത്ത് പോയി, അങ്ങറ്റത്ത് പോയി, എക്സ്ട്രീമിൽ പോയി സഭയെ പീഡിപ്പിച്ച ആള് ഇങ്ങറ്റത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടമായിട്ടില്ല. നിനക്കും തന്നിട്ടുണ്ട്, മാമോദീസയിലൂടെ ഓരോ കൂദാശകളിലൂടെ കൃപ തന്നിട്ടുണ്ട്. ആ കൃപ നഷ്ടമാക്കിയോ, കൃപ ജ്വലിപ്പിച്ചോ? ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ, ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാന എന്ന ദൈവാരാധന മറിയം അതിന് വില കൊടുത്തതുപോലെ ഈശോയുടെ വരവിനും സ്വീകരിച്ചു, ഈശോയുടെ കൂടെ നടന്നു, ഈശോയുടെ മരണത്തെ ആരാധിച്ചു. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ദ ക്രൈസ്റ്റായി മറിയം ഇങ്ങനെ നിൽക്കുമ്പോൾ, ആ മറിയത്തിന്റെ പള്ളിയിൽ മറിയത്തോടുള്ള സ്നേഹം മൂലം കഷ്ടപ്പാട് സഹിച്ച യാത്ര ചെയ്ത് വന്നിട്ട് മറിയത്തിന്റെ ഒരു കുഞ്ഞു മാതൃക പോലും നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് അനുഗ്രഹം കിട്ടിയല്ല. കർത്താവെ, ഞങ്ങൾക്ക് ചൊരിഞ്ഞ കൃപ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ, ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ, ഞങ്ങൾക്ക് പ്രചോദനം തരണമേ, കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നമുക്ക് ഈ പരിശുദ്ധ കുർബാന എന്ന ഈശോയുടെ ജീവനുള്ള സാന്നിധ്യത്തെ മരണം വരെ വിലമതിക്കാനും അത് ഒരുക്കത്തോടെ സ്വീകരിച്ച് ഈശോയുടെ ശരീരത്തോട് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അഭിഷേകത്തിൽ നിൽക്കുന്ന ക്രിസ്തു മിശിഹ എന്ന പദത്തിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടവനെ ഒട്ടി നിൽക്കാൻ, സങ്കീർത്തനം 91:14, അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. കുർബാന സ്വീകരണം വഴി ആ ധൂർത്തപുത്രനെ അപ്പൻ കെട്ടിപ്പിടിച്ചതുപോലെയുള്ള ഒരു കെട്ടിപ്പിടുത്തം, ഒരു ക്ലോസ്ഡ് ആകുന്ന, ശരിക്കും ശരീരത്തോട് ചേർന്ന് വരുന്ന, അങ്ങനെ ഒട്ടി നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം, ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയുന്നീശോ ആരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാഥേയമേ. ഹൃദയ
ഒരുക്കി ഞാൻ നാഥ അണയോ. സർവം അർപ്പിക്കാം എന്നില്ലയോ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. കൃപ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ കുർബാന സ്വീകരിച്ച കൗദാശ ജീവൻ നയിച്ച വചനാധിഷ്ഠിതത്തിൽ ജീവിച്ച അങ്ങനെ കൃപ ചോർന്നു പോകാത്ത കൃപയുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി. കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. ആത്മദാനമായി നൽകാം അപ്പവും വീഞ്ഞും. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാന്തത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. എല്ലാ കാലത്തും വിശിഷ്യ കർത്താവേ, ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യൻ.
ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. നമുക്ക് ഭക്തിയോടുകൂടെ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ സാധിക്കുന്ന പോലെ മുട്ടുമ നിന്നുകൊണ്ട് നമുക്ക് പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാർപ്പാവയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹാരാജ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒന്നിച്ച് സഭയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ
ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ഈ പരമപരിശുദ്ധ വിനിമയം ഞങ്ങൾക്ക് ഇഹലോക ജീവിതത്തിൽ സഹായം പ്രദാനം ചെയ്യുകയും നിത്യാന്തത്തിന് ഞങ്ങൾ അർഹരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്നെല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു